നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് തോട്ട്സ് അതുപോലെ തന്നെ അവരുടെ ഫീലിങ്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടൊരു ഒരു പിണക്കത്തിലാണ്. കുറച്ചൊരു ചൈൽഡിഷ് കൈൻഡ് ഓഫ് നേച്ചർ ആയിരിക്കും കുറച്ച് പേരുടെയെങ്കിലും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അവരിപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നത് നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള ഓരോ മൊമെന്റ്സും ആണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരിട്ട് കാണുന്ന കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ നിങ്ങൾ ഒന്നിച്ച് എവിടെയെങ്കിലും കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഒരുപാട് സമയം ചിലപ്പോൾ നിങ്ങൾ കോൾ ചെയ്യുന്നുണ്ടായിരുന്നിരിക്കാം. സോ അതൊക്കെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ കുറേ അധികമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പല കാര്യത്തിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനുള്ള ഒരു ടൈമോ കമ്മിറ്റ്മെന്റോ പഴയതുപോലെ കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഒരു പിണക്കാണ്, അല്ലെങ്കിൽ പഴയതുപോലെ നിങ്ങൾ മിണ്ടുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കുന്നില്ല, കുറേ അധികം പരാതികൾ, അത്തരം ഒരു ചിന്തയാണ് കൂടുതലായിട്ടും, അത്തരം ഫീലിങ്സ് ആണ് അവർക്ക് ഇപ്പോൾ ഉള്ളത്. കുറേയധികം പരാതികളാണ് നിങ്ങളോട് സംസാരിച്ചു തുടങ്ങുമ്പോഴേ ചിലപ്പോൾ ഒരുപാട് പരാതികളായിരിക്കും ആദ്യം തന്നെ നിരത്തുന്നത്. കാരണം പഴയതുപോലെയുള്ള ഒരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു സെലിബ്രേഷൻ മോഡൊന്നും തന്നെ ഇപ്പോൾ ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അങ്ങനെ എന്നുള്ള രീതിയിലൊരു കുറേയധികം പരാതികൾ പറയുന്ന അത്തരം ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈസോ പോയിന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കാർഡ് എനർജി ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അവരുടെ ഒരു ഇമോഷൻസും അല്ലെങ്കിൽ അവരുടെ സ്നേഹമൊന്നും തന്നെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങളോട് എത്ര അധികമായിട്ട് സ്നേഹമുണ്ടോ അതൊന്നും തന്നെ അവർക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങളായിട്ട് തന്നെ ഒരു കമ്മിറ്റ്മെന്റും ടൈമും ഒന്നും കൊടുക്കാത്ത പോലെയൊക്കെ ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഒരു ഐ കോണ്ടാക്റ്റിലൂടെ ആയിരുന്നായിരിക്കും അവർ നിങ്ങൾ കുറേയധികം സ്നേഹം അറിയിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അല്ലെങ്കിൽ കുറേ നേരം കോൾ ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ വീഡിയോ കോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെസ്സേജിലൂടെ ആയിക്കോട്ടെ. ഇങ്ങനെയാണോ തുടക്കത്തിൽ ഒരുപാട് സമയം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കര സ്ട്രെങ്ത് കൊടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അതിനൊന്നും സാധിക്കാതെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് ആ ഒരു രീതിയിൽ അവർ ഭയങ്കര വിഷമത്തിലാണ്. അവർക്ക് മനസ്സ് നിറയെ സ്നേഹമുണ്ട്. അപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാനൊരു അവർക്ക് സാധിക്കുന്നില്ല. നിങ്ങളോടത് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു പരാതിയും പരിഭവവുമാണ് അവരിപ്പോൾ കൂടുതലായിട്ടും നിങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത്തരം ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇപ്പോൾ കോൾ ചെയ്താലും മെസ്സേജ് ചെയ്താലും ഒക്കെ തന്നെ നിങ്ങളോട് അവർ ആദ്യം തന്നെ ആവശ്യപ്പെടുന്നത് പഴയതുപോലെ തന്നെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം, അല്ലെങ്കിൽ സ്ട്രെങ്ത് ഇപ്പോൾ കുറഞ്ഞു, അങ്ങനെ ഒരു പരാതിയിലാണ് ചിലപ്പോൾ പലപ്പോഴും നിങ്ങളുടെ കോൺവെർസേഷൻ മുന്നോട്ട് പോകുന്നത്. സോ അത്തരം ഒരു ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് കൂടുതലായിട്ടും ഇപ്പോൾ തോന്നുന്ന ഒരു വിഷമം കൂടുതലായിട്ടും റിലേഷൻഷിപ്പിന് പഴയതുപോലെ സ്ട്രെങ്ത് ഇല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളൊരു നിങ്ങളുടെ ഒരു ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടായിരിക്കണം മറ്റു പല കാര്യത്തിലും എൻഗേജ്ഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യത്തിന് കുറെ കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൽ ഇപ്പോൾ വർക്കിലായിക്കോട്ടെ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു ടൈം ആയിരിക്കാം. സോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടിയും അവർക്കിപ്പോൾ അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു പ്രണയം തുറന്ന് പറയാനും തുറന്ന് കാണിക്കാനും ഒന്നും തന്നെ ഒരു അവസരമില്ല. അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നുണ്ട്. പഴയതുപോലെ തന്നെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ നിങ്ങളോട് നിങ്ങളുടെ ഒരു തിരക്കൊക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്തുകൂടെ? അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ നീക്കി വെച്ച് ഇത്ര ടൈമെങ്കിലും സംസാരിച്ചുകൂടെ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളോട് ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. സോ അത്തരം ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇടയ്ക്കൊക്കെ തന്നെ ഒരു പിണക്കമോ മറ്റോ വന്ന സമയത്തൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഇതേപോലെ തന്നെ നിങ്ങളോട് പ്രണയം പ്രകടിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടൊക്കെ തന്നെ ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ അതിൻ്റെയൊക്കെ ഫലമെന്നോണം ഈ ഒരു സമയത്ത് അവരുടെ മനസ്സ് നിറയെ നിങ്ങൾ മാത്രമാണ്. സോ നിങ്ങളെന്നുള്ള ഒരു സർക്കിളിൽ ഇങ്ങനെ ചുരുങ്ങി നിൽക്കുന്ന ഒരു എനർജിയാണ്. എപ്പോഴും നിങ്ങളുടെ പ്രസൻസ് വേണം, എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ്. അത്തരം ചിന്തകളാണ് ഇവരുടെ മനസ്സിൽ ഇപ്പോൾ കൂടുതലായിട്ടും വരുന്നത്. സോ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഹാപ്പിനെസ് ഉള്ളൂ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്നുള്ള ഒരു അങ്ങനെ കുറച്ച് പരിഭവവും പരാതിയും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള അത്തരം ഒരു ഇമോഷൻസ് ആണ് അവരുടെ മനസ്സിൽ കൂടുതലായിട്ടും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അവർക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ്. കാരണം അവർക്ക് കൂടുതലായിട്ട് നിങ്ങളോട് സംസാരിക്കാനും മിണ്ടാനും ഒക്കെ തോന്നുന്ന ഒരു സമയമാണിത്.
ഈ ഒരു സമയത്ത് നിങ്ങൾ അവർക്ക് അവൈലബിൾ ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റീസൺ പറഞ്ഞ് നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ഒഴിഞ്ഞു മാറുന്നതല്ലെന്നുണ്ടെങ്കിലും പലപ്പോഴും നിങ്ങൾക്ക് അവർ പറയുന്ന സമയത്ത് ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കാനൊന്നും സാധിക്കാതെ വരുന്നുണ്ട്. സോ അതവരെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അവോയ്ഡ് ചെയ്യണ പോലെ ഫീൽ ചെയ്യുന്ന പോലെയോ അങ്ങനെയൊക്കെ അവർക്ക് തോന്നുകയാണ്. അതുപോലെ തന്നെ നിങ്ങളാണ് അവരുടെ ലൈഫിൽ കൂടുതലായിട്ടും ഒരു ഹാപ്പിനെസ് കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ മാത്രമേ അവർക്കൊരു പോസിറ്റീവ് എനർജി ഉള്ളൂ എന്ന് പോലും ഇവർ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനത്തെ ഒരു മീൻസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ടും അത്തരം ഒരു സർക്കിളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം നിങ്ങൾ കൂടെ ഇല്ലാത്ത മൊമെന്റ്സ് ഒക്കെ തന്നെ അവർക്ക് ഒരുപാട് ടയർഡപ്പ് ആയിട്ടുള്ള അവസ്ഥകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു നിങ്ങളാണ് അവരുടെ ലക്ക്, അല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുന്ന സമയത്ത് അവരുടെ ലൈഫിൽ സംഭവിക്കുന്നതൊക്കെയും ഓരോ അബദ്ധങ്ങളാണ് എന്ന് പോലും ഒരു ചിന്തിക്കുന്നതായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അത്തരം ഒരു എനർജി ഇവിടെ കൂടുതലായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൂടുതൽ പേരുടെയും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അല്ലെങ്കിൽ ഫിസിക്കൽ അട്രാക്ഷൻ ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിലുള്ള കഴിവുകളൊക്കെയുള്ള എന്തെങ്കിലും ഭയങ്കര ഒരുപാട് മേ ബി പാട്ട് പാടുന്നതോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നതോ അതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കലാപരമായിട്ടുള്ള കഴിവുകളോ കൂടുതലും എന്ത് തന്നെയാണെങ്കിലും അവരെ കാണുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഒരു പെട്ടെന്നൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവരിൽ അട്രാക്റ്റഡ് ആവുന്നുണ്ട് പലരും. അത്രയധികം എന്തെങ്കിലും ഒരു അത്രയധികം ഒരു അട്രാക്ഷൻ ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആണ്. പക്ഷെ എന്നിട്ടും അവർക്ക് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ തോന്നുന്നതും ഇഷ്ടം കൂടുതൽ തോന്നുന്നതും ഒക്കെ നിങ്ങളോട് മാത്രമാണ്. ഒരു മേ ബി ഇവർക്ക് അല്ലാതെയും ഇതുപോലെ പ്രപ്പോസലുകളോ ഒക്കെ തന്നെ വരുന്നുണ്ടായിരിക്കാം. കുറേയധികം പ്രപ്പോസൽസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വരുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാലും അവർക്ക് നിങ്ങളോട് മാത്രമാണ് ഭയങ്കര സ്നേഹവും ഒരു അട്രാക്ഷനും ഒക്കെ ഭയങ്കരമായിട്ട് തോന്നുന്നത് നിങ്ങളോടാണ്. ഒരുപാട് പേര് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിളൊക്കെ കുറേയധികം ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. എന്നാൽ ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നതും അവരുടെ മനസ്സിൽ എപ്പോഴും തോന്നുന്നതും ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു ഫ്രണ്ട് സർക്കിളൊക്കെ കുറേയധികം ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കുറേ പേരുണ്ടെന്നുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെയും അല്ലെങ്കിൽ എപ്പോഴും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അഡ്വൈസ് ഒക്കെ കൊടുക്കുന്നതും നിങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഡ്വൈസും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമ്പോഴോ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോഴോ ഒക്കെയാണ് അവർക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നത്. സോ ആ ഒരു കാര്യമാണ് അവരുടെ മനസ്സിലെപ്പോഴും തോന്നുന്നത്. അതുപോലെ തന്നെ കുറച്ചൊരു ഈഗോ ഒക്കെ ഉള്ളൊരു നേച്ചർ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. സോ ഈ ഒരു സമയത്തൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ്. ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ വൈബ് കൊടുക്കാനായിട്ട് ചുറ്റും ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിലും അവർക്കൊന്നും സാധിക്കുന്നില്ല. സോ ആ ഒരു കാര്യത്തിൽ ഇവർ ഭയങ്കര വിഷമത്തിലാണ്. പക്ഷെ ഇവർ ഇപ്പോഴും ഞാൻ ഓക്കെ ആണെന്ന് കാണിക്കാൻ ചിലപ്പോൾ ഇവർ സോഷ്യൽ മീഡിയാസിലൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആകുന്നുണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഇവർ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമത്തിലാണ്.